എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 50 ശ്ലോകം 47, 48, 49, 50, 51, 52, 53 7 ശ്ലോകങ്ങൾ ഇന്ന് നോക്കാം. ശുക്ലാം വരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൻ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഭഗവാൻ ഇങ്ങനെ വിഷമമായിട്ട് പറയാ, ഒരു മനുഷ്യൻ ഭഗവാൻ ഇതെല്ലാം അറിയാം, എന്നിട്ടും പറയണ ഈശ്വര, ഇപ്പൊ യവനനും വന്നൂലോ യുദ്ധത്തില്, ഇതാ അടുത്ത് തന്നെ നാളെ മറ്റന്നാളോ ഒറ്റ ആ ജരാസന്ധനും വരും. ഇത് രണ്ടുപേരുടെയും കൂടി ആയ നമ്മള് വിഷമിക്കില്ലേ? ഇങ്ങനെയൊക്കെ ഏട്ടനോട് പറയുകയാണ്. സാധാരണ ഒരു മനുഷ്യൻ പറയണ പോലെ തന്നെ ഇതെല്ലാം മുൻപേ അറേഞ്ച്ഡ് ആണ്. ഇതൊക്കെ ഭഗവാൻ ഇതെല്ലാം അറിയാം, എങ്കിലും മനുഷ്യൻ രൂപമല്ലേ ഇപ്പൊ സ്വീകരിച്ചിരിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 47. ഓം നമോ ഭഗവതേ വാസുദേവായ. യവനോയം നിരുന്ധേസ്മാൻ അദ്യ താവൻ മഹാബല മാഗധോവി അദ്യ വാ ശോഭ പരശോ വാ ആഗമിഷ്യതി. രണ്ട് ഭാഗത്തും വിഷമായിരിക്കുക എന്ന് പറയാണ്. ഈ യവനൻ വളരെ സൈന്യങ്ങളോട് കൂടി വന്ന് നമ്മളെ ഇതാ തടുക്കും. ആ ജരാസന്ധനാണെങ്കിൽ ഇത് ഇന്നോ നാളെയോ മറ്റന്നാളോ യുദ്ധത്തിനായിട്ട് വരും. ഇനിയിപ്പൊ എന്താ ചെയ്യാ ഏട്ടാ ചോദിക്കണം. ആവയോർ യുദ്ധതോരസ്യ യദ്യാഗന്ധാ ജരാസുത ബന്ധൂൻ വധിഷ്യത്യഥവാ നേഷ്യതേ സ്വപുരം ബലി. നമ്മള് രണ്ടുപേരും ഈ യവനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണ ആ സമയത്ത് ജരാസന്ധൻ വന്നു വെച്ചാല് അവൻ നമ്മുടെ ബന്ധുജനങ്ങളെയൊക്കെ എല്ലാവരെയും സംഹരിക്കില്ലേ? നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് അറിയില്ലല്ലോ അവൻ എന്താ ചെയ്യണേന്ന്. ഇനിയിപ്പൊ അവരെ ബന്ധുജനങ്ങളെ വധിച്ചില്ലാച്ചാലും ഇല്ലെങ്കിലും അവരെ എല്ലാം ബലാത്കാരേണ പിടിച്ച് സ്വന്തം രാജധാനിയിൽ കൊണ്ടുപോയിട്ട് തടവുകാരാക്കി പാർ. അതാണ് ഈ ജരാസന്ധന്റെ പതിവ്. അവൻ അത്ര ബലമുള്ളവനല്ലേ എന്നൊക്കെ പറയാ ഏട്ടനോട്. തസ്മാത് അദ്യ വിധാസ്യാമോ ദുർഗം ദ്വിപദ ദുർഗമം തത്രജ്ഞാതീൻ സമാധായ യവനം ഘാതയാമഹേ. അതുകൊണ്ട് ഇപ്പൊ മനുഷ്യർ കടന്നു വരുവാൻ സാധിക്കാത്ത ഒരു ദുർഗം നിർമ്മിച്ച് അവിടെ നമ്മുടെ ബന്ധുക്കളായ യദുക്കളെ അപായം കൂടാതെ അവിടെ ഇരുത്തണം. അങ്ങനെ ഒരു ദുർഗം നമുക്ക് നിർമ്മിക്കാം. അതിനുശേഷം യവനനെ അന്യനെ കൊണ്ട്, വേറൊരാളെ കൊണ്ട് വധിപ്പിക്കണം. നമുക്ക് വധിക്കണ്ട എന്ന് പറയുന്നു. ഇതി സമ്മന്ത്ര്യ ഭഗവാൻ ദുർഗം ദ്വാദശയോജനം അന്തഃസമുദ്രേ നഗരം കൃഷ്ണ അത്ഭുതം അജീകരൽ. ഇങ്ങനെ ശരിയാണെന്ന് അപ്പൊ ഏട്ടനും സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി തീരുമാനിച്ച പ്രകാരം ആ ഭഗവാൻ സ്വശക്തിയാൽ സമുദ്രമധ്യത്തിൽ 12 യോജന വിസ്താരമുള്ള ഒരു ദ്വീപം അങ്ങോട്ട് ഉണ്ടാക്കി സമുദ്രത്തിന്റെ മധ്യത്തില്. എന്നിട്ടോ അതില് എന്തൊരു അത്ഭുതം, എല്ലാം ആശ്ചര്യം അങ്ങനെ തോന്നത്തക്ക വിധമായിട്ടുള്ള ഒരു പട്ടണം വിശ്വകർമാവിനെ കൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിച്ചു. ആ നഗരത്തിനാണ് ദ്വാരകാപുരി എന്ന് പേരും കൊടുത്തു. വിശ്വകർമാവിനെ കൊണ്ട് അതിഗംഭീരമായ അതിമനോഹരമായ സ്വർഗത്തേക്കാൾ സുന്ദരമായ കൊട്ടാരങ്ങൾ പണിയിപ്പിച്ചു. അത് പറയണു 4 കൈ നീളം ഒരു വിൽപ്പാടാണ്. അപ്പൊ 2000 വിൽപ്പാട് ഒരു ക്രോശം, 2 ക്രോശം ഒരു ഗവ്യുതി, 2 ഗവ്യുതി ഒരു യോജന. അതാണ് കണക്ക് ദ്വാരകാപുരിയുടെ വർണ്ണനയാണിത്. അത്ഭുതകരമായ, ഇതുപോലെ ലോകത്തിൽ വേറെ ഇല്ല ദ്വാരക പോലെ വിസ്തരിച്ചുള്ള വർണ്ണനയാണ്. ദൃശ്യതേ യത്ര ഹി ത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം
രഥ്യാ ചത്വരവീഥീഭി യഥാ വാസ്തു വിനിർമ്മിതം. എല്ലാം അത്ഭുതം. വിശ്വകർമാവിന് ശില്പശാസ്ത്രത്തിലും കൈവേലയിലും ഒക്കെ എത്രത്തോളം പാണ്ഡിത്യമുണ്ടോ അത് മുഴുവനും ആ ദ്വാരകാപുരിയിൽ ഉണ്ടാക്കാനായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചു. രാജമാർഗങ്ങള് ആദ്യം, പിന്നെ ഉപമാർഗങ്ങള്, രണ്ടു വരിയിലും ഗ്രഹങ്ങളിലേക്കുള്ള മാർഗങ്ങള് ശാസ്ത്രപ്രകാരമാണ്, ഒക്കെ വാസ്തുപ്രകാരമാണ് വീടുകള് ഏതു വിധം സ്ഥലത്തിൽ നിൽക്കണമോ ആ ശാസ്ത്ര രീതിയെ ഒട്ടും അതിക്രമിച്ചാതെ, ആ ശാസ്ത്ര രീതി ഉപയോഗിച്ചിട്ട് തന്നെ വാസ്തുശില്പപ്രകാരം തന്നെയാണെന്ന് അർത്ഥം. അങ്ങനെയാണ് ആ ഗൃഹങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. സുരദ്രുമലതോദ്യാന വിചിത്രോ ഭവനാന്വിതം ഹേമശൃംഗേർദിവി സ്പൃഗ്ഭി പാടികാട്ടാലഗോപുരൈ. ഭവനങ്ങളുടെ ആ മുൻഭാഗത്തുള്ള പൂന്തോട്ടങ്ങളില് കൽപ്പദ്രുമം, സന്താനം മുതലായ ദേവലോകത്തിൽ മാത്രം കാണപ്പെടുന്ന വൃക്ഷങ്ങളുണ്ട്. പിന്നെ അവിടെ മാത്രം കാണുന്ന ആ വള്ളിച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളുടെയും മുൻഭാഗങ്ങളിൽ അതിമനോഹരമായ പൂന്തോട്ടങ്ങള്. പിന്നെ ഗൃഹങ്ങളുടെ സമീപത്തുള്ള വനങ്ങളില് നാനാവിധങ്ങളായ പൂക്കളും കായ്കളുമുള്ള മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കണം. അങ്ങനെ പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ മരങ്ങൾ മുഴുവനും. ഉയരത്തില്, വളരെ ഏറ്റവും ഉയരത്തില് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള സ്ഫടിക ഗൃഹങ്ങളുടെ മുകളില്, സ്ഫടികം കൊണ്ടാണ് ഗൃഹങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല പൊക്കത്തില്. അതിന്റെയൊക്കെ മുകളിൽ ഉറപ്പിച്ചിട്ടുള്ള താഴികക്കുടങ്ങളോ സ്വർണം കൊണ്ടുള്ളതാ. അതേപോലെ ഗോപുരങ്ങളും ഒക്കെ സ്വർണം. ആ ഗോപുരങ്ങൾ ആകാശത്തിൽ ചെന്ന് മുട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. അത്ര ഉയരത്തിലാണ്. രാജതാരകുടൈ കോഷ്ടൈ ഹേമകുംഭൈരലങ്കൃതൈ രത്നകൂടൈർഗൃഹൈർഹൈമൈർ മഹാമരതകസ്ഥലൈ. അവരുടെ ഗൃഹങ്ങൾ എങ്ങനെയൊക്കെയാണ് വിവരിക്കുക? മഹാമരതകപ്പൊടി പരത്തിയിട്ടുള്ള സ്ഥലങ്ങള്. മഹാമരതകപ്പൊടിയാണ്. മരതകം എന്ന് പറഞ്ഞാൽ പോരാ, മഹാമരതകപ്പൊടി വിതറിയിട്ടുണ്ട് സ്ഥലങ്ങളിലൊക്കെ, മുറ്റത്തൊക്കെ. പിന്നെയോ വീടിന്റെ മുകളിലൊക്കെ സ്വർണങ്ങൾ കൊണ്ടുള്ള കൊടുമുടികൾ ഇങ്ങനെ ഉയർത്തി കെട്ടിയിരിക്കണം. അവിടുത്തെ അടുക്കളയൊക്കെ ഉണ്ടല്ലോ, വെള്ളി കൊണ്ടുണ്ടാക്കിയത്. അടുക്കള മുഴുവൻ വെള്ളി കൊണ്ടാ. കുതിരപ്പന്തി, ആനപ്പന്തി മുതലായവയൊക്കെ പിത്തള കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിന്റെയൊക്കെ മീതുണ്ട് സ്വർണം കൊണ്ടുള്ള താഴികക്കുടങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിസ്തരിക്കണു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.